ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഒത്തിരി പ്രാവശ്യം കായ്ച്ചതുമാണ്. ഫ്രൂട്ട് നല്ല ടേസ്റ്റുമായിരുന്നു. അതായത് ഇതിനകത്തുള്ള ഫ്രൂട്ട് കളറെന്ന് പറഞ്ഞാൽ നല്ല വൈറ്റാണ്. അപ്പോൾ നമ്മളിതിന് മുൻപും വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മൾ കൊമ്പൊക്കെ കട്ട് ചെയ്ത് വേറെ നമ്മൾ മാറ്റി നടുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും നമ്മളൊരു 1-1.5 ആഴ്ചക്കകത്തുള്ള ഗ്യാപ്പാണ് കിട്ടിയത്. അതായത് ഒരുപാട് ബ്രാഞ്ച് പുതിയ ശേഖരങ്ങൾ. അപ്പോൾ അന്ന് ഞങ്ങൾ മുറിച്ച് മാറ്റി നട്ടതാണിത്. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിലിങ്ങനെ പുതിയൊരു ശേഖരമൊക്കെ പൊട്ടി മുളച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ വലിയ മദർ മൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാടായിട്ടുള്ള പുതിയ ബ്രാഞ്ചുകൾ, ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഞങ്ങളത് വലിയ ഹൈറ്റൊക്കെ വലിയ രീതിയിലൊന്നുമല്ല, ഒരു സാധാ നാട്ടിൻപുറത്തൊക്കെ ചേർന്ന് ഒരു ചെടിയൊക്കെ നടുന്നവരെ വീട്ടിലുള്ള അതേ ഒരു ഇതിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിവിടെ 2 ശത്രു ഉണ്ടായിരുന്നു ഇതിൽ, അതായത് ഒച്ചും പിന്നെ ഒരേറ്റവും കറുത്ത ഉറുമ്പും. അപ്പോൾ ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ഇതിനെ പുതിയ വരുന്ന ബ്രാഞ്ചുകളെല്ലാം അവർ കടിച്ച് തിന്ന് കളയും, അവരങ്ങ് കഴിക്കും. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഇത് കേട്ടോ ഇത്രയും പുതിയ ബ്രാഞ്ചുകൾ വരുന്നത്. അതുമാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല വെയിലായപ്പോഴത്തേക്കും ഒരുപാട് പുതിയ ബ്രാഞ്ചുകളൊക്കെ മുളച്ചു പൊട്ടി തുടങ്ങി. അതുപോലെ തന്നെ ഇനി ഏറെക്കുറെ നമ്മളത് കായ്ക്കാണ്ട്, അതായത് ഇതിൽ നമ്മളെ പഴയ ആ ഒരു നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള തണ്ടുകളിൽ അതിൻ്റെ കായ് പിടിക്കാറായി. ഇനിയിപ്പം ഉടനെ തന്നെ അത് പൂവിട്ട് കായ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യായിരിക്കും. നമ്മളിതിന് മുൻപ് നമ്മളിങ്ങനത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പൂവിൻ്റെതും ഈ പൂ വന്നു കഴിഞ്ഞാൽ ഇത് പരാഗണം ചെയ്യുന്ന രീതികളെല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 രീതിയിൽ പരാഗണത്തിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മളെ ഈ ചെറുതേനീച്ച തന്നെ അവർ പരാഗണം ചെയ്ത് നമുക്ക് ക്ലിയറാക്കി തരും. അപ്പോൾ ഇനി ചെറുതേനീച്ച അങ്ങനെയോ ഈ പൂമ്പൊടി എടുക്കാൻ പറ്റുന്ന ഈച്ചകളില്ല എങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ അത് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിന് നമുക്ക് അധികം വളവും വേണ്ട, അധികം നമുക്ക് പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. ഇതിന് അത്യാവശ്യം വേണ്ടത് ഒരു മീഡിയം വെയിൽ വേണം. അപ്പോൾ ഇത് കള്ളിച്ചെടി വർഗ്ഗത്തിൽപ്പെട്ട ഐറ്റം ആയതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുതിയ ബ്രാഞ്ചുകൾ വരുമ്പോഴത്തേക്കും അതിലിങ്ങനെ അതിൻ്റെ പുതിയ മുള പൊട്ടി വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് നമ്മുടെ ചെറുതേനീച്ചയും ഉറുമ്പൊക്കെ വന്ന് ഇരിക്കാനും അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഭക്ഷിക്കാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മളെ ചെറുതേനീച്ചയൊക്കെ വന്ന് അതിലിങ്ങനെ ഇരിക്കുക, അതിൽ നിന്ന് തേനിലൊക്കെ ചെറുതായിട്ടുള്ള തേനിൻ്റെ അംശമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കാനാണ് അവർ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് തന്നെ ഒരുപാട് പുതിയ നമുക്ക് ഇതിൽ നിന്ന് മുറിച്ച് നട്ട് നമുക്ക് ഒരുപാട് വലിയൊരു കോളനിയാക്കി ഇതിനെ മാറ്റാം. അപ്പോൾ അത് നല്ല സ്ട്രെങ്ത്തുള്ള തണ്ടുകൾ നോക്കി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി മോഡലൊക്കെ ഉണ്ട്, അതായത് പല വിധത്തിലുള്ള യെല്ലോ കളറുള്ളതുകൊണ്ടും പിന്നെ അതുപോയിട്ട് അകം നമുക്ക് എന്താ പറയുക നല്ല വയലറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഐറ്റം മാത്രമേ നട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എനിക്കും പുതിയതായിട്ടുള്ള വെറൈറ്റി കുറച്ച് നടണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെടി നഴ്സറിലൊക്കെ പോയി അന്വേഷിച്ചു. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി മോഡലിൽ അവർ ഉടനെ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ പരിപാലനം നമുക്ക് കുറച്ച് മതി. അപ്പോൾ ചെറിയൊരു ചിലവിൽ നമുക്ക് നന്നായിട്ട് നമ്മളെ വീട്ടിൽ ഇതിപ്പോൾ ഒരു മൂട് നിൽക്കുന്നെങ്കിൽ നമുക്ക് വീട്ടിലേക്കുള്ളത് നമുക്കിതിൽ നിന്ന് ഫ്രൂട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതായത് ഇത് സീസൺ പോലെയല്ല, പക്ഷേ ഇത് കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് കായ്ച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. നമുക്കിവിടെ അങ്ങനെ ആയിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ ഇത് ഇപ്പോഴത്തെ മഴയൊക്കെ മാറി വന്നുകൊണ്ടായിരിക്കാം, നല്ലപോലെ ആ വെയിലൊക്കെ നന്നായിട്ട് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. പുതിയ ബ്രാഞ്ചുകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് മുളച്ചു വരുന്നുണ്ട്. ഞാനിത് വെച്ചിരിക്കുന്നത് നമ്മളെ ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ മച്ചന്മാരെ, ഞങ്ങളെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങളതിൽ കുക്കിങ്ങും വ്ളോഗിങ്ങൊക്കെ ഉള്ള ഒത്തിരി വീഡിയോകളുണ്ട്, എല്ലാം കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ഇട്ട് കാണാം. അതുവരെ ബൈ.